ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസിൽ SITയുടെ അപ്രതീക്ഷിത നീക്കം. മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് പരിശോധന. ബോളിയാർ വനമേഖലയിലാണ് പരിശോധന. മൃതദേഹാവശിഷ്ടങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ GPS സംവിധാനം എത്തിക്കാൻ തീരുമാനം. സംഘർഷ സാധ്യതയെ തുടർന്ന് കഴിഞ്ഞ ദിവസം 2 തെളിവെടുപ്പ് മുടങ്ങിയിരുന്നു. ഇന്ന് 1 മണിയോടുകൂടി തന്നെ ശുചീകരണ തൊഴിലാളിയെ ധർമ്മസ്ഥലയിൽ എത്തിച്ചു. ധർമ്മസ്ഥലയിലെ മാർക്ക് ചെയ്യാത്ത ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നത് സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള 13ാമത്തെ പോയിന്റ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമെന്നാണ്. ആദ്യഘട്ടത്തിൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തും. അതിനുശേഷം വലിയ രീതിയിൽ മണ്ണ് നീക്കം ചെയ്ത് തെളിവെടുപ്പ് നടത്തുമെന്നാണ് സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഇന്ന് മാർക്ക് ചെയ്യാത്ത പ്രദേശം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ബേളൂരിലെ വനമേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന തുടരുകയാണ്. എന്തായാലും ഇവിടെ നിന്ന് നിർണായകമായ തെളിവുകൾ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. മാത്രവുമല്ല, ശുചീകരണ തൊഴിലാളി ആദ്യഘട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ച തലയോട്ടി ഈ ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയ. അതിൻ്റെ ബാക്കി അസ്ഥിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഈ പ്രദേശത്തുണ്ട്. അത് എത്രയും വേഗം കണ്ടെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ശുചീകരണ തൊഴിലാളി പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഈ സ്നാനഘട്ടയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററിലധികം ദൂരമാണ് ഈ പ്രദേശത്തേക്കുള്ളത്. മാത്രമല്ല, ഇതൊരു വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിരവധി മൃതദേഹങ്ങൾ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഈ ഭാഗത്തു നിന്ന് കൂടുതൽ തിരച്ചിൽ നടത്തുന്ന വഴി ആധികാരികമായ ചില രേഖകളടക്കം കണ്ടെത്താൻ അല്ലെങ്കിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഈ അന്വേഷണവുമായി ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വന്ന സമയത്ത് ഈ മുൻ പഞ്ചായത്ത് ഭാരവാഹികളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം, അത്തരത്തിൽ പ്രസ്താവിച്ചൊരു കാര്യം ഇപ്രകാരമാണ്. അതായത് അസ്വാഭാവികമായി മരണപ്പെടുന്ന അല്ലെങ്കിൽ ഈ പരിസരത്ത് മരണപ്പെടുന്ന ആളുകളിൽ പലരും അടക്കം ചെയ്തിട്ടുള്ളത് സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള പുഴയോരത്താണ്. ഈ പുഴയോരത്താണ് ഇപ്പോൾ SIT സംഘം പരിശോധന നടത്തുന്നതെന്നാണ് അവർ പ്രസ്താവിച്ചത്. പക്ഷേ അതിൻ്റെയൊക്കെ മുന്നേ ഇടിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ പെൺകുട്ടികളടക്കം നിരവധി പേരെ ബലാത്സംഗത്തിനിരയാക്കി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലങ്ങളടക്കമാണ് ഈ ശുചീകരണ തൊഴിലാളി ഇന്ന് കാണിച്ചു നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പഞ്ചായത്തിൻ്റെ വാദമുഖങ്ങളെയെല്ലാം വാദമുഖങ്ങളുടെ എല്ലാം മുനയൊടിക്കുന്ന രീതിയിലാണ് ഇന്ന് ശുചീകരണ തൊഴിലാളിയുടെ ഭാഗത്തു നിന്നൊരു നീക്കമുണ്ടായിരിക്കുന്നത്. വനപ്രദേശത്ത് ഇത്തരത്തിൽ ഈ സ്നാനഘട്ടയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെയുള്ള ബേളൂർ വനത്തിലേക്കാണ് ഇപ്പോൾ തെരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഇത് അടയാളപ്പെടുത്താത്തൊരു ഭാഗം കൂടിയാണ്. എന്തായാലും ശക്തമായ മുന്നൊരുക്ക നടപടികളുമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല, പഴുതടച്ച ഒരു അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ എല്ലാം തന്നെ പിടികൂടാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ കൂടി പ്രത്യേക അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ധർമ്മസ്ഥലയിലുടനീളം ഉരുത്തിരിയുകയുണ്ടായി. മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതാണ് ഇത്തരത്തിലുള്ള സംഘർഷത്തിന് ഇടയാക്കിയത്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് സുരക്ഷ ഉൾപ്പെടെ ഉറപ്പാക്കിയാണ് ഇപ്പോൾ ധർമ്മസ്ഥല പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ ജനകീയ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ സമരങ്ങളെയോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെയോ അടിച്ചമർത്താൻ സാധിക്കില്ല എന്നൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കത്തിന് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തയ്യാറായിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങൾക്ക് 24 മണിക്കൂറും സുരക്ഷ ഉറപ്പാക്കണമെന്നൊരു കർശന നിർദ്ദേശം കൂടി ധർമ്മസ്ഥല പോലീസിന് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ പരിശോധന വളരെ നിർണായകമാണ്. കാരണം കോടതിയിൽ സമർപ്പിച്ച തലയോട്ടിയുടെ ഭാഗങ്ങൾ, അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. മാത്രമല്ല, ഈ വനത്തിനുള്ളിൽ നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ മാർക്ക് ചെയ്യാത്ത ഇടത്ത് പരിശോധന നടത്തുന്നത് വഴി ഈ ഒരു പ്രവൃത്തികളുടെ കൂടുതൽ രഹസ്യാത്മകത കൈവരികയും മാത്രവുമല്ല, പഴുതടച്ചൊരു അന്വേഷണത്തിനൊടുവിൽ ഈ പ്രതികളെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്കടക്കം ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ പുറത്തുനിന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയാണ്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരങ്ങളും, ഔദ്യോഗികമായ ഒരു വിവരങ്ങളും ഇതുവരെയും SIT സംഘം പങ്കുവച്ചിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ തന്നെ പങ്കുവെക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി DGP തന്നെ വ്യക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ, കൊലപാതകങ്ങൾ, അസ്വാഭാവിക മരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ ഒരു അന്വേഷണത്തിലാണ്. ഒരുപക്ഷെ ഈ ഒരു കേസ് NIA ഏറ്റെടുക്കാനുള്ളൊരു സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ സമരസമിതി പ്രവർത്തകർ പറയുന്നത് SITയുടെ അന്വേഷണം കാര്യക്ഷമമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യക്ഷമമായ അന്വേഷണം തുടരണമെന്നൊരാവശ്യം കൂടിയാണ് സമരസമിതി പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ജോസഫ് അഗസ്റ്റിൻ.